അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ താണ്ടി നമ്മുടെ അരവിന്ദ് ഡോക്ടർ അരവിന്ദായി മാറിയിരിക്കുന്ന അസുലഭ നിമിഷമാണ് ഗൈസ് ഇത്. വി ആർ സോ പ്രൗഡ് ഓഫ് യു. അത് കഴിഞ്ഞ് അരവിന്ദിന്റെ സ്വന്തം വാണിമോളുടെ നേതൃത്വത്തിൽ അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അവൻ്റെ PhD ഹാറ്റാണിത്. അങ്ങനെ കണ്ടോ, നമ്മുടെ അരവിന്ദ് ബോയുടെ കിരീടധാരണമൊക്കെ കഴിഞ്ഞു. അവൻ്റെ കാൻഡിഡ് ലാബ് മൊമെൻറ്റ്സിനെ അവർ ഭയങ്കര ഭംഗിയായിട്ട് ക്യാപ്പ് ഉണ്ടാക്കി വെച്ചു. ഇതാണ് നമ്മുടെ വാണിമോൾ ആൻഡ് ഇതാണ് അവൻ്റെ സൂപ്പർവൈസർ. വേറെ ഗ്രൂപ്പുകാരുണ്ടോ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഞാനവിടെ പോയി വായ നോക്കിയെന്നെങ്കിലും എനിക്ക് കിട്ടിയില്ല. PhD ഹാറ്റിന് ശേഷം അടുത്തായിട്ട് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിക്കുന്നു PhD വാഗൺ. അങ്ങനെ ഇവർ എന്താ പറയുക, ഗ്രൂപ്പുകാർ PhD വാഗൺസ് ഉണ്ടാക്കും. നമ്മുടെ ഒരു DB ആരാധകനായ നമ്മുടെ അരവിന്ദ് ബോയ്ക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിരിക്കുന്നത് DBയുടെ ഒരു മോഡൽ വാഗണാണ്. അങ്ങനെ ഇവർ ഒരു അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രതിമയുണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ ഓടും എല്ലാവരും കൂടി. അയ്യോ, നമ്മുടെ അരവിന്ദിനെ കൊണ്ടുപോകുന്നത് കണ്ടോ, ഈശ്വര, ഇങ്ങനെ 3 വട്ടം ഓടും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. പല ഗ്രൂപ്പിൻ്റെയും വേഗൻ ഉണ്ട് കേസ്. പഴം വേഗൻ, ഇവനൊരു പഴം ഫാനായിരുന്നു തോന്നുന്നു. അത് അടുത്തത് കണ്ടോ, വേറൊരു വേഗൻ. ഇങ്ങനെ ഓരോ ഗ്രൂപ്പും ഓരോ മോഡലാ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ അർജുൻ ബോയ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ചന്തിയിൽ നമ്മളിങ്ങനെ ഉമ്മ വയ്ക്കണം. ആദ്യം ഉമ്മ വയ്ക്കാൻ നമ്മുടെ അരവിന്ദിന് മടിയായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് പോരുന്നില്ല. ഓ ഗൈസ്, അരവിന്ദിനെ കൊല്ലാൻ കൊണ്ടുപോകുന്നുവോ? അയ്യോ, എല്ലാ ആചാരവും കഴിഞ്ഞ് ജീവനോട് നിൽക്കുന്ന നമ്മുടെ അരവിന്ദ് ബോയ്. അത് കഴിഞ്ഞ് ഫുഡ് പരിപാടിയായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ആയിരുന്ന നമ്മുടെ ഇന്ത്യൻ സംഭവങ്ങൾ ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പുവട, ഉണ്ണിയപ്പം, കൊച്ചരിപ്പര തന്നെടുത്തു. മെയിൻ കോഴ്സ് ജർമ്മൻ ക്വിസീൻ ആയിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയില്ലെങ്കിലും അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും സൊറ പറച്ചിലോ.